കുട്ടിക്കഥ 12 ദ വിസ്പറിംഗ് ലൈബ്രറി. ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാവരും മറന്നുപോയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും പറയാറില്ല. അത് ഒരു മാപ്പിലും ഇല്ല. അതിന്റെ വാതിലുകൾ തുറക്കുന്നത് രാത്രി മാത്രമാണ്. എമ എന്നൊരു പെൺകുട്ടിക്ക് പുസ്തകങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ നടക്കുമ്പോൾ ലൈബ്രറിയുടെ മുൻവശത്ത് ഒരു വിളക്ക് കത്തി നിൽക്കുന്നത് കണ്ടു. ഞാനൊന്ന് നോക്കി വരാം, എമ ചിന്തിച്ചു. ലൈബ്രറിയുടെ ഡോറുകൾ താനേ തുറന്നു. എമ്മ അകത്ത് കയറി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൾ ചോദിച്ചു. എമ്മ അവിടെ കയറിയപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടത് പഴയ പേജുകളുടെയും മഴയുടെയും ഗന്ധമാണ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് പുസ്തകങ്ങളെല്ലാം അവളോട് സംസാരിക്കുന്നതായി തോന്നി. അതിൽ ഒരു പുസ്തകം പറഞ്ഞു, അവിടെയുള്ള ചുവന്ന പുസ്തകത്തിൽ തുടരുത്. ഏത് പുസ്തകം? എമ്മ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം താനേ തുറന്നു. അതിൽ ഒരു ചെറിയ വാതിലുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ശബ്ദം വന്നു, ചോദ്യം ചോദിക്കുന്നവർക്ക് കളിക്കേണ്ടി വരും. അങ്ങനെ നോക്കിയിരിക്കെ പുസ്തകങ്ങളുടെ പേജുകൾ താനേ തുറന്നു. എമ പേടിച്ചുപോയി. അത് ചെന്നെത്തിയത് 3 നിയമങ്ങൾ എഴുതിയ ഒരു പേജിലേക്കായിരുന്നു. അതിലൊന്നാമത് ചുവന്ന വാതിൽ കണ്ടെത്താനും, രണ്ടാമത് നിശബ്ദയായ പെൺകുട്ടിയോട് സംസാരിക്കാതിരിക്കുവാനും, അതുപോലെ സമയമാകുന്നതിനു മുന്നേ തന്നെ അവസാനിപ്പിക്കുവാനും. പെട്ടെന്ന് അവളുടെ പുറകിലായി ആരോ വന്ന് അവളോട് ഒരു ബുക്ക് എടുത്തു വായിക്കുവാൻ പറഞ്ഞു. അവൾ ആ ബുക്ക് എടുത്തതും അവിടെയെല്ലാം ഇരുട്ടായി. ആ പുസ്തകം തനിയെ തുറന്ന് അവൾക്ക് വേണ്ട സൂചനകളെല്ലാം പറഞ്ഞു കൊടുത്തു. അത് അവൾക്ക് വഴികാട്ടിയായി. പിന്നീട് അവൾ അത് പറഞ്ഞ പ്രകാരമുള്ള വഴിയിൽ കൂടി മുന്നേറി. അവൾ നിശബ്ദയായ പെൺകുട്ടിയെ കണ്ടു. അവൾ പറഞ്ഞ വഴിയിലൂടെ അവൾ പോയില്ല. പകരം അവൾ എതിർദിശയിലൂടെ നടന്നു. അവസാനം അവൾ ആ സമയത്തിനു മുന്നേ തന്നെ ചുവന്ന ഡോറിൽ കൂടി പുറത്തിറങ്ങിയതും അവൾ എത്തിപ്പെട്ടത് അവളുടെ വീടിന് മുന്നിലായിരുന്നു. കയ്യിലൊരു ബുക്കും. അത് തുറന്നു നോക്കിയപ്പോഴോ അതിൽ ഒരു വരി മാത്രം, അടുത്ത പൗർണമിയിൽ കാണാം. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടുവോ? കൂടുതൽ കഥകൾ കേൾക്കാൻ താഴെ കമന്റ് ചെയ്യണേ. ബായ് കൂട്ടുകാരെ.